ഒരു മനുഷ്യൻ ആരോഗ്യത്തോടെ സ്ലിമ്മായിട്ടിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എങ്ങനെ യുവത്വത്തോടു കൂടി സന്തോഷത്തോടു കൂടിയിട്ട് സ്ലിമ്മായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ. നമ്മുടെ ഹൈറ്റിന് അനുസൃതം ആയിരിക്കണം നമ്മളുടെ വെയ്റ്റ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 150 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാൾക്ക് വരാവുന്ന മാക്സിമം വെയ്റ്റ് എന്ന് പറയുന്നത് 50 കിലോ വെയ്റ്റാണ്. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഓവർ വെയ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഓഫീസിലിരുന്ന് എങ്ങനെ സ്ലിമ്മാകാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി കുറേ നോട്ട് എഴുതുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫുകൾ എന്നോട് പറഞ്ഞു, എന്തിനാണ് വലിയ നോട്ടുകളൊക്കെ എഴുതുന്നത്, സ്വന്തം അനുഭവം അങ്ങോട്ട് പറഞ്ഞാൽ പോരെ എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ പറയുന്നത് എൻ്റെ ജീവിതമാണ്, എൻ്റെ അനുഭവമാണ്. അത് നിങ്ങൾക്ക് ഒരു പ്രയോജനം ചെയ്യും എന്നെനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ബുക്കിൽ നിന്ന് പഠിച്ച കാര്യങ്ങളോ ഒന്നുമല്ല. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബോഡിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഫോർമുലകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 2 കാര്യങ്ങളെ ബേസ്ഡാണ് നമ്മളുടെ സ്ലിം ആയിരിക്കുക അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നത്. 1 നമ്മുടെ ഭക്ഷണശീലങ്ങളാണ്, 2 നമ്മുടെ വ്യായാമങ്ങളാണ്. ഈ 2 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് സ്ലിമ്മായിരിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും സ്ലിമ്മായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്ന് ഏതാണ്ട് 0 സൈസാണ് ഇന്നത്തെ ഫാഷൻ എന്ന് പറയുന്നത്. ഒരു കാലഘട്ടങ്ങളിൽ വണ്ണം വെച്ചിരിക്കുന്നത് ഫാഷനായിരുന്നു, പിന്നീട് സ്ലിം ആവുന്നത് ഫാഷനായി. ഇന്ന് 0 സൈസ് എന്നുള്ള ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ചിന്താഗതികൾ, അത് അവരവരുടെ രീതികൾക്കും അവരുടെ ശരീരഘടനയ്ക്കും അനുസരിച്ച് ഓരോരുത്തരും അതിൻ്റേതായ മാറ്റങ്ങൾ വരുത്തുക. ഫുഡ് ഹാബിറ്റിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരു ശീലമാണ് നമ്മൾ ആദ്യം വളർത്തേണ്ടത്. അത് വെറും വയറ്റിൽ നമ്മൾ രാവിലെ എണീച്ച് വെറും വയറ്റിൽ 1/2 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കണം. ഈ 1/2 ലിറ്റർ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് ഒക്കെ പുറത്തു പോകുന്നതിനും നമ്മുടെ വയറ് ശുദ്ധിയാവുന്നതിനും ഒക്കെ അത് കാരണമായി തീരും. പിന്നീട് പലപ്പോഴും പലരും പറയാറുണ്ട്, ഈ രാവിലെ വെറും വയറ്റിൽ നാരങ്ങാ നീരും തേനൊക്കെ ചേർത്ത് കഴിക്കുന്നത്. ഞാൻ അതിനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം പലപ്പോഴും അത് ഒരു അസിഡിക് പ്രോബ്ലത്തിന് പലർക്കും കാരണമായി തീർന്നിട്ടുണ്ട്, എനിക്കും കാരണമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കാരണം അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം, അങ്ങനെ അവർ സ്ലിം ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. അതൊരു നല്ല ഒറ്റമൂലി തന്നെയാണ്, പക്ഷേ അവർ ചെയ്യാവുന്നവർക്ക് ചെയ്യാം. പിന്നീട് ഞാൻ പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ വെറും വയറ്റിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുമ്പളങ്ങയുടെ ഒരു നീര്, അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുമ്പളങ്ങയുടെ നീര് 1/2 ഗ്ലാസ് എടുത്ത് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമ്മൾ കഴിക്കുന്ന ഒരു ശീലം കൊണ്ടുവന്നാൽ നമ്മുടെ ശരീരത്തിലെ അനാവശ്യമായ കൊഴുപ്പുകളെ അലിയിച്ച് കളയുന്നതിനും കാരണമായി തീരും. ഇന്ന് പ്രകൃതിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ആൻറ്റാസിഡുകളിൽ ഒന്നാണ് കുമ്പളങ്ങ. ആ കുമ്പളങ്ങയുടെ നീര് നിങ്ങൾ കഴിച്ചാൽ നമ്മളുടെ ശരീരം ചുങ്ങുന്നതായിട്ട് നമ്മൾ കാണാം. ഒരുപാട് വണ്ണമുള്ളവർ, കൂടുതൽ വണ്ണമുള്ളവർ ആഴ്ചയിൽ 2 നേരം എന്നുവെച്ചാൽ ആഴ്ചയിൽ രാവിലെ 2 ദിവസം രാവിലെ മാത്രം നമ്മളിത് കഴിക്കുന്നത് നല്ലതാണ്. ഞാനൊക്കെ ഒരു നേരമേ കഴിക്കാറുള്ളൂ. അത് നല്ല ഒരു ശീലമാണ്. കാരണം നമ്മളുടെ അനാവശ്യമായ കൊഴുപ്പുകളെ കത്തിച്ച് കളയുന്നതിൽ ഈ കുമ്പളങ്ങ നീരിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് ഒരു നല്ല ഒരു രീതിയുമാണ്. അതുപോലെ മറ്റൊരു ശീലമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്, പഴങ്ങൾ കഴിക്കുന്ന ഒരു ശീലം. പഴങ്ങൾ നമ്മൾ ആഴ്ചയിൽ ഒരു നേരം പഴം മാത്രം കഴിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തണം. ഒരു ദിവസം പഴം മാത്രം കഴിക്കണം. പിന്നീട് മറ്റത്, മാസത്തിൽ ഒരു ദിവസം നമ്മൾ പൂർണ്ണമായിട്ടും പഴം കഴിക്കുന്ന. ഈ പഴം കഴിക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ പല വീഡിയോസുകളിലും പറയാറുണ്ട്. ഈ പഴം കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ, നമ്മൾക്കൊരു യുവത്വമാണ് വരുന്നത്. നമ്മുടെ സ്കിന്നിന് പ്രത്യേക ഭംഗി വരാൻ തുടങ്ങും. കാരണം നിങ്ങൾ പഴം കഴിക്കുന്ന മനുഷ്യരെ നിങ്ങൾ നോക്കിക്കോ, കൂടുതലായിട്ട് പഴം കഴിക്കുന്നവരിൽ അവരുടെ സ്കിന്നിനൊരു പ്രത്യേക തിളക്കവും ഭംഗിയും യുവത്വവും ഒക്കെ ഉണ്ട്.
അതുകൊണ്ടാണ് ഞാൻ പഴം കഴിക്കുന്ന കാര്യത്തിൽ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ചിലരൊക്കെ ചോദിച്ച ഒരു കാര്യമുണ്ട്, ഷുഗർ പേഷ്യൻസിന് പഴം കഴിക്കാമോ? ഞാൻ പറയുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവരവരുടെ ശരീരഘടനയും അവരവരുടെ അസുഖങ്ങളെയും ബേസ്ഡ് ആയിട്ട് വേണം ഓരോരുത്തരും കഴിക്കാൻ. അങ്ങനെ പഴം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ വേണം നിങ്ങളുടെ ഭക്ഷണശീലങ്ങളിൽ പല അസുഖമുള്ളവർ മാറ്റങ്ങൾ വരുത്തേണ്ടത്. അതുപോലെ നമ്മൾ കുറയ്ക്കേണ്ട ഒരു കാര്യമാണ് അരിയാഹാരങ്ങൾ. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമുക്ക് എത്രമാത്രം കുറയ്ക്കാൻ പറ്റുമോ അത് നമ്മൾ കുറയ്ക്കുക. അരിയാഹാരം, അരി ആയിക്കോട്ടെ, ഗോതമ്പായിക്കോട്ടെ, കിഴങ്ങുവർഗ്ഗങ്ങളായിക്കോട്ടെ, ഇതിലെല്ലാം ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ആ ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം നമ്മൾ കുറയ്ക്കുക. അത് ഒരു നേരം അല്ലെങ്കിൽ 2 നേരം അതിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കരുത്. എന്നാലോ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. ഈ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാലോ പയറുവർഗ്ഗങ്ങളാകാം, അതോടൊപ്പം തന്നെ പയറ്, പരിപ്പ്, അതുപോലുള്ള സാധനങ്ങൾ, കടല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് കഴിച്ചു നോക്കി. നമ്മളുടെ പ്രോട്ടീൻ കൂടുന്നതായിട്ട് അതൊന്ന് മുളപ്പിച്ച് കഴിച്ചാൽ അതിൻ്റെ ഗുണം വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഈ കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെ അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ നമ്മൾ കഴിക്കുന്ന, അതുപോലെ ബേക്കറി പ്രൊഡക്ട്സുകൾ, നമ്മൾ വണ്ണം കുറയ്ക്കാൻ, നമ്മൾ സ്ലിം ആവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ കുറയ്ക്കണം. ഇതെല്ലാം കുറച്ചാൽ മാത്രമേ നമ്മളുടെ വണ്ണം കുറയുന്നുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. ഭക്ഷണക്രമങ്ങൾ കൈകാര്യം ചെയ്യാതെ, നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാതെ നിങ്ങളുടെ ഒരിക്കലും സ്ലിം ആവാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണക്രമങ്ങൾ നല്ല രീതിയിൽ നമ്മൾ കുറയ്ക്കുന്ന ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അനുഭവത്തിൽ നമ്മൾ വളർത്തിയെടുക്കണം. ഞാൻ പലപ്പോഴും ഇതുപോലെ ഭക്ഷണ രീതികൾ കൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് സ്ലിമ്മായിട്ട് നിലനിർത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചസാരയുടെ ഉപയോഗം നമുക്ക് നിർത്താൻ കഴിയണം. ഞാൻ തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ പഞ്ചസാര നിർത്തി കഴിഞ്ഞാൽ തന്നെ 5 കിലോ വെയിറ്റ്, മിനിമം 5 കിലോ വെയിറ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയും. നിങ്ങൾ പൂർണ്ണമായിട്ട് പഞ്ചസാര നിർത്തൂ. പഞ്ചസാര പലപ്പോഴും നമ്മളുടെ ശരീരത്തിൽ നീരുകളായിട്ടാണ് വരുന്നത്. അങ്ങനെ ആ നീര് വരുന്നത് കൊണ്ട് അത് കുറയുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് കുറയും. പഞ്ചസാര നിങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തൂ. നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനും സ്ലിമ്മായിട്ടും പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും അത്. അതുപോലെ മറ്റൊരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യർക്കൊക്കെ വണ്ണം കൂടുതലായിട്ടാണ്. ഒരു 90% മനുഷ്യരിലും വണ്ണം കൂടുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കോ. നമ്മൾ ചവച്ചരച്ച് വളരെ സ്വസ്ഥതയോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എൻസൈമുകൾ പ്രവർത്തിക്കും. ആ എൻസൈമുകൾ പ്രവർത്തിക്കുമ്പോൾ അത് വണ്ണം കുറയുന്നതിനും ഭക്ഷണം നല്ല രീതിയിൽ ദഹിക്കുന്നതിനും ഒക്കെ കാരണമായി തീരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്പീഡ് കുറച്ച് സ്വസ്ഥമായിട്ടിരുന്ന് ആസ്വദിച്ച് ആ ഭക്ഷണത്തെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യത്തക്ക വിധത്തിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം കൊണ്ടുവരണം. അത് നമുക്ക് സ്ലിമ്മാവാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ മറ്റൊരു കാര്യമാണ് ഗ്രീൻ ടീ കുടിക്കുക, കോഫി കുടിക്കുക. ഈ ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ലിമ്മാവുന്നതിന് ഒരു കാരണമാണ്, അതുപോലെ തന്നെ കോഫി കുടിക്കുന്നതിനും. പക്ഷേ ഇത് രണ്ടും കഴിക്കുമ്പോൾ പഞ്ചസാര നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് വേണം ഇത് കുടിക്കാൻ. ഇത് കുടിക്കുമ്പോൾ ഒരു 4 മണിക്ക് മുമ്പ്, വൈകുന്നേരം ഒരു 4 മണിക്ക് മുമ്പ് നിങ്ങൾ കുടിക്കണം. പക്ഷേ ഈ കോഫിയൊക്കെ കുടിക്കുമ്പോൾ 2 ഗ്ലാസ്സിൽ കൂടുതൽ കുടിക്കരുത് ഇതൊന്നും. ഈ കോഫിയൊക്കെ കുടിക്കുമ്പോൾ പല ഗുണങ്ങൾ വേറെയുണ്ട്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ, നമ്മളുടെ ഓർമ്മശക്തി കൂട്ടുന്നതിനും ഈ കോഫി കുടിക്കുന്നതിനും നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ ഈ കഫീൻ സ്റ്റിമുലേറ്റ് ചെയ്യും, നമ്മുടെ മെമ്മറി പവർ കൂടുന്നതിനും കാരണമായി തീരും. അതുമാത്രമല്ല, വണ്ണം കുറയ്ക്കുന്നതിനും ഈ കോഫി കുടിക്കുന്നതിനും അതിൽ ഗ്രീൻ ടീ കുടിക്കുന്നതിനും നല്ലതാണ്. 2 ഗ്ലാസ്സിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു 250-300 ml കൂടുതൽ ഒരു ദിവസം നിങ്ങളിത് കുടിക്കരുത്. കുടിച്ചു കഴിഞ്ഞാൽ അഡിക്ഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഇതും നല്ലൊരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ, അതുപോലെ സ്ലിം ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു വജ്രായുധമാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഉപവാസത്തിൻ്റെ പ്രാധാന്യം മതഭേദ ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു 12 മണിക്കൂർ മുതൽ ഒരു 15 മണിക്കൂർ സമയം വരെ ഭക്ഷണം കഴിക്കാതിരിക്കുക. അതിൻ്റെ ആവശ്യമുള്ള സമയങ്ങളിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഇതാണ്. ഉദാഹരണത്തിന് നമ്മൾ വെള്ളിയാഴ്ചയാണ് ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ഒരു 7 മണി സമയത്ത് അതിൽ ഒരു 8 മണിക്ക് മുമ്പ് വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുക. ആ ഫുഡ് കഴിച്ചതിന് ശേഷം പിറ്റേ ദിവസം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഉച്ച വരെയുള്ള സമയങ്ങളിൽ നമ്മൾ വെള്ളം മാത്രം കുടിക്കുക. ഈ വെള്ളമൊക്കെ കുടിച്ച്
നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിൻസും റെഡ്യൂസ് ആവട്ടെ. ആ ടോക്സിൻസ് റെഡ്യൂസ് ആവുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞെടുക്കുന്ന കൊഴുപ്പ് അത് ശരീരം കത്തിച്ച് നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജം ശരീരം തന്നെ കൊണ്ടുവരും. അപ്പോൾ ആ ശരീരത്തിലെ കൊഴുപ്പുകൾ അങ്ങനെ കത്തിപ്പോകും. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കണം. അതോടൊപ്പം മാസത്തിലെ ഒരു ദിവസം 24 മണിക്കൂറും നമുക്ക് ഒരു ഫാസ്റ്റിംഗ് എടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം സ്ലിം ആവുന്നതും നമ്മളങ്ങനെ ഒരു സ്ലിം ബ്യൂട്ടി ആവുന്നതും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. അപ്പോൾ ഈ ഫാസ്റ്റിങ്ങിൻ്റെ ആരംഭത്തെ പറ്റി ഞാൻ പറഞ്ഞു, ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് വേണം ഫാസ്റ്റിംഗ് തുടങ്ങാനെന്ന്. അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് തീരുമ്പോഴും നിങ്ങൾ ഒരു പഴമോ അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഫാസ്റ്റിംഗ് ക്ലോസ് ചെയ്യാൻ. അല്ലാതെ ഫാസ്റ്റിംഗ് തീരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കരുത്. അത് ശരീരത്തിന് റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. കാരണം ഈ ശരീരം ഒരു എൻജിൻ പോലെ തന്നെയാണ്. അത് പതുക്കെ സ്ലോവിൽ നമുക്ക് വണ്ടി ഓടിക്കാം, അത് കഴിഞ്ഞിട്ടേ സ്പീഡ് കൂട്ടാമുള്ളൂ. അതുപോലെ തന്നെ ഫുഡ് കഴിക്കുമ്പോഴും ആദ്യം നന്നായിട്ട് വളരെ ലൈറ്റായിട്ട് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, പിന്നീട് സ്ട്രോങ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അങ്ങനെ ഫാസ്റ്റിങ്ങിനെയും ഒരു കലാപരമായ രീതിയിൽ നിങ്ങൾ എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ സ്ലിം ആവുന്നതിനും ഒക്കെ നമുക്ക് കാരണമാകും. പക്ഷേ ഇനി അടുത്തത് ഫുഡിനെ പറ്റി പറയുമ്പോൾ ഈ രാത്രി ഫുഡ് വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക. നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. രാത്രി പലപ്പോഴും 12 മണിക്കും 10 മണിക്കൊക്കെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ തന്നെ കിടന്നുറങ്ങുക. നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്നത് കുടവയറാണ്. കുടവയറ് കുറയ്ക്കാൻ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ ഭക്ഷണം കഴിച്ചൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ രാത്രി ഭക്ഷണം തന്നെ ഏറ്റവും ലൈറ്റായിട്ട് കഴിച്ചു നോക്കി, നിങ്ങൾ സ്ലിമ്മാവും, നിങ്ങളുടെ കുടവയർ ആദ്യം കുറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈറ്റായിട്ടുള്ള ഫുഡ് രാത്രി സമയങ്ങളിൽ കഴിക്കുക. പ്രത്യേകിച്ച് പഴങ്ങളൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ ഗ്രീൻ സലാഡായാലും കുഴപ്പമില്ല. ഏതൊക്കെയായാലും ലൈറ്റായിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. നമുക്ക് കൂടുതൽ സ്ലിമ്മാവുന്നതിനും കൂടുതൽ ബ്യൂട്ടി ആവുന്നതിനും കൂടുതൽ യുവത്വമാവുന്നതിനും ഒക്കെ പറ്റും. അതുപോലെ നമ്മൾ സ്ലിമ്മാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഠിനമായ വ്യായാമങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പലപ്പോഴും പലരും പറയും ഒന്നാമത് നമ്മൾ ഭക്ഷണക്രമങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ലൈറ്റായിട്ടുള്ള എക്സർസൈസുകൾ ചെയ്താൽ മതി. യോഗ ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. എല്ലാ ദിവസവും രാവിലെ ഒരു അരമണിക്കൂർ സമയത്തോളം യോഗയും ഒരു 15 മിനിറ്റ് സമയത്തോളം മെഡിറ്റേഷനും, അതാണ് എൻ്റെ ഒരു ജീവിതശൈലി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈറ്റായിട്ടുള്ള, അതുപോലെ യോഗയിലായി കഴിഞ്ഞാലും കഠിനമായ ആസനങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ടുള്ള ആസനങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ശരീരം സ്ലിം ആവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രകൃതിയൊക്കെ സ്നേഹിച്ച് നമ്മളൊന്ന് നടക്ക്. ഈ പ്രകൃതി നല്ല ശുദ്ധവായുവൊക്കെ ആസ്വദിച്ച് നമ്മളൊന്ന് നടക്ക്. നിങ്ങളുടെ മനസ്സ് തന്നെ ഒന്ന് സ്ലിമ്മാവട്ടെ, മനസ്സിൽ തന്നെ ഒരു കുളിർമ ഉണ്ടാകട്ടെ, മനസ്സിലൊരു സന്തോഷം ഉണ്ടാകട്ടെ. ഈ മനസ്സിലെ സന്തോഷം തന്നെയല്ലേ നമ്മുടെ ശരീരത്തിലേക്കും ആവാഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് രാവിലെയൊക്കെ എഴുന്നേറ്റ് അല്ലെങ്കിൽ വൈകുന്നേരമായാലും ഒന്ന് നടന്ന് ഒരു ലൈറ്റായിട്ടുള്ള എക്സർസൈസൊക്കെ ചെയ്ത് അങ്ങനെ കൂടുതൽ സ്ലിമ്മായിട്ടുള്ള ഒരു ബോഡി ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. അതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ അനുവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലിം ആവാൻ പറ്റും, സ്ലിം ബ്യൂട്ടി ആവാൻ പറ്റും. അങ്ങനെ നല്ലൊരു യുവത്വമുള്ളൊരു ശരീരമൊക്കെ നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞത് ജീവിതത്തിലെ അനുഭവങ്ങളാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് 64 കിലോ വെയിറ്റ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 176 ആണ്. അപ്പോൾ ഞാൻ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് പറ്റും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഈ 100% ഈ കാര്യത്തിൽ ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാകട്ടെ, അങ്ങനെ സ്ലിമ്മായിട്ട് അതോടൊപ്പം തന്നെ ആരോഗ്യമുള്ളൊരു ജീവിതം ആയിരിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടും ഒരു സന്തോഷകരമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചകോ.